ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. ആ തന്നിരിക്കുന്ന ഗിവൺ ഡീറ്റെയിൽസ് വെച്ചിട്ട് എങ്ങനെ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാമെന്നാണ് ഇന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊരു എക്സാമിനാണെന്നുണ്ടെങ്കിലും എല്ലാ പ്രാവശ്യവും വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. സോ നിങ്ങൾ നന്നായിട്ട് പ്രോബ്ലം വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ എന്നുള്ളൊരു കണ്ടൻറ്റിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. സോ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എടുക്കുന്ന ഐറ്റംസ് ഡയറക്റ്റ്ലി നമുക്ക് ഒരിക്കലും തരില്ല. കാരണം അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കും. അതായത് ചില റേഷ്യോസ് തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില പീരീഡ്സ് ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. അങ്ങനെ ഡിഫറെൻറ്റ് ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊരിക്കലും ബാലൻസ് ഷീറ്റിലെ ഡയറക്റ്റ് ഐറ്റംസ് ആയിരിക്കില്ല. നമ്മളീ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. സോ നമ്മുടെ ടെസ്റ്റിലാണെങ്കിലും അല്ലെങ്കിൽ മിസ് തന്നെ ഒരുപാട് പ്രോബ്ലംസ് തരാം. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ ടോപ്പിക്ക് പഠിക്കാം. ഓക്കെ, അപ്പം നമ്മൾക്കറിയാം മിസ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ഒരുപാട് റേഷ്യോസ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സെയിൽസിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ചിലതിൽ പീരീഡുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ഐറ്റംസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് കുറച്ച് ഹിൻറ്റ് ഉണ്ടായിരിക്കും. ആ ഹിൻറ്റ് വഴിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രോബ്ലത്തിലേക്ക് അല്ലെങ്കിൽ സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. സോ നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണും, നിങ്ങൾ ചിന്തിക്കും ഇതിൻ്റെ അകത്ത് ഏത് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എവിടെ നിന്ന് നമ്മളൊരു പ്രോബ്ലം ചെയ്ത് തുടങ്ങണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആ ഹിൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലാണ് നിങ്ങളുടെ പകുതി സക്സസ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നിങ്ങൾ ക്ലിയർലി നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഹിൻറ്റ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുക. അപ്പോൾ പറഞ്ഞില്ലേ, ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ട് ഒരിക്കലും ആ ഹിൻറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഒരുപാട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. മിക്കപ്പോഴും എക്സാമിന് ഒരു എസ്സേ ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇപ്പം മിസ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷനോടുകൂടി ഇരുന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ പറയുന്നതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കിവിടെ ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ്. ഇതിൻ്റെ അകത്ത് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കൊരു 20 lakh തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് 25% തന്നിട്ടുണ്ട്. കറണ്ട് റേഷ്യോ 1.5 തന്നിട്ടുണ്ട്. ആസറ്റ് ടെസ്റ്റ് റേഷ്യോ 1.25 തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 15 തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് ഐറ്റംസ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള എല്ലാ റേഷ്യോസും അപ്ലൈ ചെയ്യേണ്ട ഒരു ഫീൽഡാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് റേഷ്യോസിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്കത് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ മിസ് ആദ്യം മുതലെടുത്ത ക്ലാസ്, അതായത് നമ്മുടെ റേഷ്യോസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബേസിക് ആയിട്ടുള്ള റേഷ്യോസ് മുതൽ നമ്മൾക്ക് ഈ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എല്ലാ റേഷ്യോസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാ റേഷ്യോസും അറിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ റേഷ്യോസിൻ്റെയും എന്തറിഞ്ഞിരിക്കണം? ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ എല്ലാ റേഷ്യോസും മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾക്ക് സൊല്യൂഷനിലേക്ക് പോവാം. സോ നമ്മൾ സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് പറഞ്ഞു ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ ഹിൻറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഹിൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് സൊല്യൂഷൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പം നമ്മുടെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരുപാട് റേഷ്യോസാണ് തന്നിരിക്കുന്നത്. റേഷ്യോസ് തന്നിട്ടുണ്ട്, ടൈം പീരീഡ് തന്നിട്ടുണ്ട്, അതേപോലെ ഒരു എമൗണ്ടും തന്നിട്ടുണ്ട്. ഒരു സെയിൽസിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴായാലും നമുക്ക് ഫിഗറായിട്ട് തന്നിരിക്കുന്നത്, അതായത് എമൗണ്ട് ഫിഗേഴ്സിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് ആയിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് സെയിൽസ് എന്നും പറഞ്ഞിട്ട് ഒരു 20 lakh rupees തന്നിട്ടുണ്ട്. സോ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ ആകെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഈ 20 lakh rupees ആണ്. സോ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഈ സെയിൽസിൻ്റെ ഈ 20 lakh എമൗണ്ട് വെച്ചിട്ടായിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഗ്രോസ് പ്രോഫിറ്റ് 25% എന്ന് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഗ്രോസ് പ്രോഫിറ്റ് 25% എന്ന് പറയുമ്പോൾ നമ്മൾക്ക്
ഈ സെയിൽസും ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന റേഷ്യോ ഏതാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും വഴി കണ്ടുപിടിക്കാറ്? നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് നമ്മൾ എന്ത് വഴി കണ്ടുപിടിക്കുക? സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും വഴി കണ്ടുപിടിക്കാറ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു നമ്മൾക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടില്ലേ? സോ നമ്മൾക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് സെയിൽസ് 20 ലാക്ക് എന്ന് തന്നിട്ടുണ്ട്, 20 ലാക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് 25% എന്നും തന്നിട്ടുണ്ട്. സോ നമ്മൾ എങ്ങനെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക? സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ് നമ്മുടെ ഇക്വേഷൻ വരെ. സോ സെയിൽസ് നമ്മൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട് 25% ആണ്. സോ 25% എന്ന് പറയുമ്പോൾ എത്രയാണ്? 20 ലാക്കിൻ്റെ 25%. 20 ലാക്കിൻ്റെ 25% എന്ന് പറയുമ്പോൾ എത്ര വരും? നമ്മൾക്ക് ഒരു 5 ലാക്ക് കിട്ടും. സോ സെയിൽസിൻ്റെ 25% ആണ് ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത്. സോ നമ്മൾക്ക് എന്ത് കിട്ടും? 20 ലാക്ക് മൈനസ് 25%, ദാറ്റ് മീൻസ് 5 ലാക്ക്. സോ 20 ലാക്കിൽ നിന്ന് 5 ലാക്ക് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര കിട്ടും? 50 ലാക്ക് കിട്ടും. അപ്പോൾ നമുക്കതിൽ നിന്ന് എന്താ കിട്ടിയത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. സോ ഈ പ്രോബ്ലത്തിലേക്ക് സൊല്യൂഷനിലേക്ക് നോക്കാം. 20 ലാക്കിൻ്റെ 25% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് നമുക്ക് കിട്ടുക? 50 ലാക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 50 ലാക്ക് കിട്ടി. നെക്സ്റ്റ് പറയുന്നതാണ്, അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിയിട്ടാ. നെക്സ്റ്റ് നമ്മൾക്ക് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വഴി നമുക്ക് വേറൊരു ഇക്വേഷനും കൂടി കണ്ടുപിടിക്കാം. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാറ്? കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് സെയിൽ ഡിവൈഡഡ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് എന്ത് കിട്ടാറ്? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കിട്ടാറ്. പക്ഷെ നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 15 ആണെന്ന് നമ്മൾക്കറിയാം. അതേപോലെ തന്നെ നമുക്ക് എന്തറിയാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതായത് കോസ്റ്റ് ഓഫ് സെയിൽസും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 50 ലാക്കാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിച്ചത്. സോ നമുക്കത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തൂടെ? സോ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 15 ആണെന്ന് പറഞ്ഞപ്പോൾ 15 ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽ ഡിവൈഡഡ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കോസ്റ്റ് ഓഫ് സെയിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 15 തന്നിട്ടുമുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ എന്താണ്? നമുക്ക് ഇത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ഈക്വൽ ടു 50 ലാക്ക് ഡിവൈഡഡ് ബൈ 15. ദാറ്റ് മീൻസ് എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ 50 ലാക്ക് ഡിവൈഡഡ് ബൈ 15 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒരു 1 ലാക്ക് കിട്ടും. ഈ 1 ലാക്കാണ് നമ്മുടെ ഇത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ഒന്നുകൂടി മിസ് റിമൈൻഡ് ചെയ്യാണ്, ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എല്ലാ എക്സാമിനും വരുന്നൊരു ക്വസ്റ്റ്യനാണ്. സോ നമുക്ക് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിച്ചു, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിച്ചു. അപ്പോൾ 3 ഐറ്റംസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ പ്രോബ്ലത്തിൽ സ്റ്റോക്ക് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീൻസ് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ ചിലപ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ല ഒരു എമൗണ്ട്, നമ്മൾ പറഞ്ഞത് സ്റ്റോക്കാണെന്ന് പറഞ്ഞു. സ്റ്റോക്ക് മീൻസ് നമ്മുടെ പ്രോബ്ലത്തിൽ ഇങ്ങനെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും. അതൊരിക്കലും ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഓൺലി എ ക്ലോസിംഗ് സ്റ്റോക്ക്. സോ അത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റോക്ക് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കാം? നെക്സ്റ്റ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. സോ നമുക്ക് സ്റ്റോക്ക് എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചത്? കറണ്ട് അസെറ്റ് മൈനസ് ക്വിക്ക് അസെറ്റ് ആണ് നമ്മൾ സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ കറണ്ട് അസെറ്റ് മൈനസ് ക്വിക്ക് അസെറ്റ് എന്ന് പറയുമ്പോൾ, കറണ്ട് അസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾക്ക് തന്നിരിക്കുന്ന കറണ്ട് അസറ്റുകളായിരിക്കും. ക്വിക്ക് അസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളെടുക്കുക? കറണ്ട് അസെറ്റ് മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് മൈനസ് സ്റ്റോക്ക്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാറ്? ക്വിക്ക് അസെറ്റ് കിട്ടാറ്. സോ നമുക്ക് കറണ്ട് അസെറ്റിൽ നിന്ന് എന്ത് കുറയ്ക്കുമ്പോൾ? സ്റ്റോക്ക് കുറയ്ക്കുമ്പോൾ. സോ ദാറ്റ് മീൻസ് നമ്മൾക്ക് ആ ഇക്വേഷൻ ഇങ്ങനെ എഴുതി കൂടെ? സ്റ്റോക്ക് ഈക്വൽ ടു
കറണ്ട് അസെറ്റ് മൈനസ് ക്വിക്ക് അസെറ്റ്. ക്വിക്ക് അസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കറണ്ട് അസെറ്റിൽ നിന്ന് സ്റ്റോക്ക് കുറയ്ക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത്? ക്വിക്ക് അസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമ്മൾക്ക് പ്രോബ്ലത്തിൽ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആൻസർ തന്നിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് എന്താണ്? കറണ്ട് അസെറ്റിൻ്റെ റേഷ്യോ ആണ്. കറണ്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് കറണ്ട് അസെറ്റ് നമുക്ക് കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് 1.5 തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് കറണ്ട് അസെറ്റാണ് 1.5 എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി എങ്ങനെയായിരിക്കും വരിക? 1:1. നമ്മളെപ്പോഴും കറണ്ട് അസെറ്റൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമ്മളെങ്ങനെ അത് എക്സ്പ്രസ് ചെയ്തിരുന്നത്? 1.5:1 അങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലത്തിൽ എഴുതിയിട്ടില്ല എന്നുള്ളൂ. നോർമലി 1 ആണെങ്കിൽ നമ്മളത് മെൻഷൻ ചെയ്യലില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് 1.5:1 ആണ് നോർമലി വരാം. അത് നമുക്ക് നെക്സ്റ്റ് ചെയ്യുമ്പോൾ ആ 1ൻ്റെ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് മിസ് ഇപ്പോഴേ പറഞ്ഞത് കേട്ടോ. അപ്പോൾ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 ആണ് കറണ്ട് റേഷ്യോ വരുന്നത്. സോ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ക്വിക്ക് അസെറ്റ് റേഷ്യോന് തന്നെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ദാറ്റ് മീൻസ് ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മളിപ്പോൾ സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് നമ്മൾ 1 lakh ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കറണ്ട് റേഷ്യോ അതേപോലെ തന്നെ ക്വിക്ക് റേഷ്യോ നമ്മൾക്ക് എന്താണ്? ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 lakh ആണെന്ന് പറഞ്ഞു. നമുക്ക് കറണ്ട് അസെറ്റ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1.5. അതേപോലെ തന്നെ ക്വിക്ക് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 1.25. ദാറ്റ് മീൻസ് എന്താ ചെയ്യേണ്ടത്? 1.5ൽ നിന്ന് 1.25 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? 0.25 കിട്ടും, 0.25 കിട്ടും. അതാണ് നമ്മുടെ എന്ത്? സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്കിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് 1 lakh എന്ന്. പക്ഷേ സ്റ്റോക്കിൻ്റെ എമൗണ്ട് നമ്മൾ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 0.25 ആണ് നമ്മൾക്ക് സ്റ്റോക്കായിട്ട് കിട്ടുന്നത്. സ്റ്റോക്ക് മീൻസ് ക്ലോസിങ് സ്റ്റോക്കായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചു ക്ലോസിങ് സ്റ്റോക്കാണ് നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് കറണ്ട് അസെറ്റിൽ നിന്ന് ക്വിക്ക് അസെറ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് സ്റ്റോക്ക് കിട്ടുന്നത്. സോ കറണ്ട് അസെറ്റിൻ്റെ റേഷ്യോ നമ്മൾക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വിക്ക് അസെറ്റിൻ്റെ റേഷ്യോ നമ്മൾക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് മൂന്നിൻ്റെ ആൻസർ അറിയാം. എന്നാലും നമ്മളത് പോയിന്റിലേക്ക് അല്ലെങ്കിൽ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 0.25 കണ്ടുപിടിച്ചത്. അപ്പം സ്റ്റോക്കിൻ്റെ എമൗണ്ടും കിട്ടി, അതേപോലെ തന്നെ സ്റ്റോക്കിൻ്റെ റേഷ്യോയും കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് ഈ സ്റ്റോക്ക് റേഷ്യോ വെച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതാണ് കറൻറ്റ് അസെറ്റ്. കറൻറ്റ് അസെറ്റ് നമ്മൾക്ക് കണ്ടുപിടിക്കാം. കറൻറ്റ് അസെറ്റ് കണ്ടുപിടിക്കാതെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ സ്റ്റോക്കിൻ്റെ എമൗണ്ട് ഇൻറ്റു കറൻറ്റ് റേഷ്യോ ഡിവൈഡഡ് ബൈ സ്റ്റോക്ക്. അപ്പോൾ കറൻറ്റ് അസെറ്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള സ്റ്റോക്ക് ഇൻറ്റു കറൻറ്റ് റേഷ്യോ ഡിവൈഡഡ് ബൈ സ്റ്റോക്കിൻ്റെ കണ്ടുപിടിച്ച സ്റ്റോക്ക് റേഷ്യോ. സോ നമ്മൾക്ക് എന്ത് കിട്ടും? ഈ 1 lakhൽ നിന്ന് 1 lakh ഇൻറ്റു 1.5 ഡിവൈഡഡ് ബൈ 0.25 ഈക്വൽ ടു 60. നമുക്ക് എന്ത് കിട്ടും? 6 lakh നമുക്ക് കിട്ടും. അപ്പോൾ കറൻറ്റ് അസെറ്റിൻ്റെ എമൗണ്ട് നമ്മൾക്ക് കിട്ടി. കറൻറ്റ് അസെറ്റിൻ്റെ എമൗണ്ട് നമ്മൾ കിട്ടിയത് സ്റ്റോക്കിൻ്റെ എമൗണ്ട് ഇൻറ്റു 1.5. ദാറ്റ് മീൻസ് കറൻറ്റ് റേഷ്യോ ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് റേഷ്യോ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? കറൻറ്റ് അസെറ്റ് കിട്ടി. സോ നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കറൻറ്റ് ലയബിലിറ്റി ആണ്. കറൻറ്റ് ലയബിലിറ്റി കാണാൻ നമ്മൾ എന്താ ചെയ്യാറ്? കറൻറ്റ് അസെറ്റ് ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യും? കറൻറ്റ് ലയബിലിറ്റി ഡിവൈഡഡ് ബൈ ക്വിക്ക് അസെറ്റ്. സോ കറൻറ്റ് അസെറ്റ് ഇൻറ്റു കറൻറ്റ് ലയബിലിറ്റി ഡിവൈഡഡ് ബൈ കറൻറ്റ് അസെറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? കറൻറ്റ് റേഷ്യോ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? കറൻറ്റ് ലയബിലിറ്റി കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കറൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എവിടെയും കൊടുത്തിട്ടില്ല. പക്ഷേ മിസ് നേരത്തെ പറഞ്ഞു കറൻറ്റ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 1.5:1 എന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? സോ 1.5:1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 എന്ന് പറഞ്ഞാൽ കറൻറ്റ് അസെറ്റും 1 എന്നുള്ളത് കറൻറ്റ് ലയബിലിറ്റിയും. അപ്പോൾ 1 ആയതുകൊണ്ട് നമ്മളത് എവിടെയും എക്സ്പ്രസ് ചെയ്യാറില്ല. സോ നമ്മൾക്ക് ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ അത് ആവശ്യമാണ്. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? 6 lakh. ദാറ്റ് മീൻസ് കറൻറ്റ് അസെറ്റ് ഇൻറ്റു 1. ദാറ്റ് മീൻസ് കറൻറ്റ് ലയബിലിറ്റി. എന്നാണ് നമ്മൾ പറഞ്ഞ കറൻറ്റ് റേഷ്യോയിൽ 1.5:1 ഉണ്ട്. അതിൻ്റെ അകത്ത് 1.5 എന്ന് പറഞ്ഞാൽ കറൻറ്റ് അസെറ്റും 1 എന്ന് പറഞ്ഞാൽ കറൻറ്റ് ലയബിലിറ്റിയുമാണ്. നമ്മൾ കറൻറ്റ് ലയബിലിറ്റിയുടെ ഒക്കെ ഇക്വേഷൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതൊന്ന് ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ.
സോ കറണ്ട് ലയബിലിറ്റി നമുക്ക് 6 lakh ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1.5 അത് ചെയ്യുമ്പോൾ നമുക്കൊരു 4 lakh കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ. സോ നമ്മൾക്ക് ഇപ്പോൾ എന്തൊക്കെ ഐറ്റംസാണ് നമ്മൾ കണ്ടുപിടിച്ചത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിച്ചു, ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വിക്ക് അസറ്റാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്വിക്ക് അസറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് ക്വിക്ക് അസറ്റ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്തത്? നമുക്ക് കറണ്ട് അസറ്റ് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്വിക്ക് അസറ്റ് കണ്ടുപിടിക്കാൻ കറണ്ട് അസറ്റ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ് നമ്മൾ യൂസ് ചെയ്യാറ്. സോ നമ്മൾക്ക് ഫസ്റ്റത്തെ നിങ്ങൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോ. ദാറ്റ് മീൻസ് 1 lakh ഇൻറ്റു 1.25 ഡിവൈഡഡ് ബൈ 0.25 അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും കിട്ടും. പക്ഷെ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് ക്വിക്ക് അസറ്റ് കണ്ടുപിടിക്കുന്നത് കറണ്ട് അസറ്റ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. സോ നമ്മൾക്ക് കറണ്ട് അസറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു 6 lakh നമ്മൾക്ക് കറണ്ട് അസറ്റ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾക്ക് എത്രയാണ്? 1 lakh തന്നിട്ടുണ്ട്, അതായത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 6 lakh നിന്ന് 1 lakh ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 5 lakh കിട്ടും. ആ 5 lakh ആണ് നമ്മുടെ ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത്. സോ ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? നമുക്ക് 5 lakh ആണ് നമുക്ക് ക്വിക്ക് അസറ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ക്വിക്ക് അസറ്റിൻ്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ക്വിക്ക് അസറ്റ് ഈക്വൽ ടു 5 lakh കിട്ടി. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡാണ്. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അത് നിങ്ങൾ പ്രോബ്ലം ചെയ്ത് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന്. അപ്പം നെക്സ്റ്റ് ആണ് ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് വരുന്നത്. അപ്പോൾ ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡിൽ വരുന്നതാണ് ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽ ഇൻറ്റു 12. ദാറ്റ് മീൻസ് എന്താണ്? പീരീഡ് നമ്മൾ 12 മാസത്തേക്കല്ലേ കണ്ടുപിടിക്കുന്നത്. സോ ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽ ഇൻറ്റു 12. സോ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ അറിയാം? ഇതിൻ്റെ അകത്ത് നമുക്ക് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് അറിയില്ല, പക്ഷേ നമുക്ക് അതിന് പകരം എന്താ അറിയാം? ക്രെഡിറ്റ് സെയിൽ അറിയാം. അപ്പോൾ ക്രെഡിറ്റ് സെയിൽ നമ്മൾക്കറിയാം, ഇൻറ്റു 12 ചെയ്യാം. അപ്പോൾ ഡെപ്റ്റേഴ്സ് നമ്മൾ അപ്പുറത്തേക്ക് ഇടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 ഡിവൈഡഡ് ബൈ 20 lakh ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.5, അതായത് 1.5 കിട്ടും നമുക്ക്. അപ്പോൾ ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് കണ്ടുപിടിക്കാൻ ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽ ഇൻറ്റു 12 ആണ് ചെയ്യേണ്ടത്. ഡെപ്റ്റേഴ്സ് നമ്മൾക്ക് അപ്പോൾ ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് നമ്മൾക്ക് 1.5 കിട്ടും. അപ്പോൾ ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് നമുക്ക് കിട്ടി. ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 1.5 എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ 1.5 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 1.5 തന്നെയാണ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 20 lakh തന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് എന്താണ് 20 lakh എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിലേക്ക് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻറ്റു 12 ദാറ്റ് മീൻസ് മന്ത് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 1.5 കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നമ്മളത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യണം ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കുക. സോ നമ്മളുടെ നമ്മുടെ സെയിൽസ് ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 20 lakh തന്നിട്ടുണ്ട്. ഇൻറ്റു 1.1/2 ആണ് നമ്മുടെ ഡെപ്റ്റേഴ്സിൻ്റെ ആൻസർ. അതായത് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്നും പറഞ്ഞാൽ നമുക്ക് തന്നിരുന്നത്. ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 12 മീൻസ് മന്താണ് ഉദ്ദേശിക്കുന്നത്. സോ ഡെപ്റ്റേഴ്സിൻ്റെ ആൻസർ നമ്മൾ ആ ഇക്വേഷനിലേക്ക് ഈ എമൗണ്ടുകൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു 2,15,000 നമുക്ക് എന്ത് കിട്ടും? ഡെപ്റ്റേഴ്സിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ ആൻസർ എന്താ കിട്ടുക? നമ്മളുടെ ഇക്വേഷനിലേക്ക് നമ്മളിത് അപ്ലൈ ചെയ്തു. 20 lakh ഇൻറ്റു 1.1/2 ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ 25,000 കിട്ടും. അപ്പോൾ 2,15,000 കിട്ടും. അപ്പോൾ നമുക്ക് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ടും കിട്ടി. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അതർ കറണ്ട് അസറ്റ്സ് ആണ്. അതർ കറണ്ട് അസറ്റ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ അതർ കറണ്ട് അസറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതർ കറണ്ട് അസറ്റ് കണ്ടുപിടിക്കുന്നത് ക്വിക്ക് അസറ്റ് മൈനസ് ഡെപ്റ്റേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് അതർ കറണ്ട് അസറ്റ് കിട്ടും. സോ 5 lakh ആണ് നമ്മൾക്ക് ക്വിക്ക് അസറ്റ് കിട്ടിയിരുന്നത് മൈനസ് ഈ ഡെപ്റ്റേഴ്സ് 2,15,000 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2,15,000 കിട്ടും. സോ അതർ കറണ്ട് അസറ്റ് നമുക്ക് എത്ര കിട്ടും? 2,15,000 കിട്ടും.
നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ടേൺ ഓവർ ടു ഫിക്സഡ് അസറ്റ് ആണ്. ടേൺ ഓവർ ടു ഫിക്സഡ് അസറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടേൺ ഓവർ ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ്. സോ ടേൺ ഓവർ നമ്മൾക്ക് ഇവിടെ കോസ്റ്റ് ഓഫ് സെയിൽസ് ആയിട്ട് എടുക്കാം. ടേൺ ഓവർ നമുക്ക് വേറെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്ക് ടേൺ ഓവർ ആയിട്ട് എടുക്കാം. സോ നമ്മുടെ ടേൺ ഓവർ എത്രയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്? ദാറ്റ് മീൻസ് കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 50 lakh ആണ്. സോ 50 lakh ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എത്ര എമൗണ്ട് എന്ന് നമ്മൾക്ക് അറിയില്ല. സോ നമ്മൾക്ക് ടേൺ ഓവർ റേഷ്യോ എന്നും പറഞ്ഞിട്ട് 1.5 തന്നിട്ടുണ്ട്. സോ അത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കിയാൽ ദാറ്റ് മീൻസ് ഈ ഫിക്സഡ് അസറ്റിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തിട്ട് ഈ 1.5നെ നമുക്ക് ഡിവൈഡ് ചെയ്യും. സോ 50 lakh ഡിവൈഡഡ് ബൈ 1.5 ഈക്വൽ ടു 10 lakh. അപ്പോൾ ഫിക്സഡ് അസറ്റ് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 10 lakh ആണ് നമുക്ക് ഫിക്സഡ് അസറ്റ് കിട്ടുന്നത്. അപ്പം മിസ് ഈ വീഡിയോ 2 പാർട്ടായിട്ട് ഇട്ട് തരാം, കാരണം ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്. സോ ഇനി നമ്മൾ പകുതി വരെ ചെയ്തിട്ടുള്ളൂ. ഇനിയും ഇത്രത്തോളം തന്നെ നമ്മൾക്ക് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ എഴുതാം. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഈ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സും നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് മറിച്ച് നോക്കിയാൽ പറ്റില്ല. ഫോണിൽ സ്ക്രീനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ നോട്ടിൽ എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫിക്സഡ് അസറ്റ് കണ്ടുപിടിക്കുന്നത് വരെയാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിച്ചു, ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിച്ചു, ഡെപ്റ്റേഴ്സ് കണ്ടുപിടിച്ചു. അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ബാലൻസ് ഷീറ്റിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.